ഹൗസിനകത്ത് ഇന്ന് ഏറ്റവും അധികം ചർച്ചാ വിഷയമായ ഒരു വാക്കാണ് അനുമോൾ പറഞ്ഞത്. അതായത് ശരത് അപ്പാനിയായിട്ടുള്ള ഒരു സംഘർഷത്തിനിടയിൽ അനുമോൾ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരാൾ പുറത്തു പോയത് നിങ്ങൾ കാരണമാണ്. ഈ ഒരു വാക്കിനെ തുടർന്നുണ്ടായ കോലാഹലവും അതിനെ മായ്ച്ചു കളയാനുള്ള ശരത്തിൻ്റെ ചില ബുദ്ധികളും അതിന് ഷാനവാസ് പ്രതികരിച്ചതൊക്കെ ആയിട്ട് വളരെ സംഘർഷഭരിതമായ ഒരു എപ്പിസോഡായിരുന്നു. ആദ്യമേ തന്നെ അനുമോൾ കിച്ചണിനകത്ത് അപ്പാനി ശരത്തിൻ്റെ ടീമിലാണ്. അതിനകത്ത് നമ്മുടെ റെന ഫാത്തിമ കയറി വന്നിട്ട് അതിനകത്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാണ്. അതിനകത്ത് റെന ഫാത്തിമയും അനുമോളും തമ്മിൽ ശക്തമായ വാക്കേറ്റ് നടക്കുന്നതിനിടയിൽ റെന ഫാത്തിമ അനുമോളെ ചപ്പാത്തി കളിയാണോ എന്ന് ചോദിച്ച് ട്രിഗർ ചെയ്യുകയാണ്. ട്രിഗർ ചെയ്തതിന് ശേഷം നീ വീട്ടിൽ പഠിപ്പിച്ചതാണോ ഇത് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ശക്തമായ വാക്കേറ്റ് ഉണ്ടായി. ആ വാക്കേറ്റത്തിന് ശേഷം റൂമിലേക്ക് പോയ റെന ഫാത്തിമ ജിസേലിനോട് സംസാരിക്കുന്നുണ്ട്. ട്രിഗറായി, ഞാനത് പറഞ്ഞപ്പോൾ ട്രിഗറായി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശരത്ത് തൻ്റെ ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം കിച്ചണിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനുമോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉയർത്തുകയാണ്. ശരത്തിനെതിരെ പൊട്ടനായ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ആ ഒരു വെളിയിൽ ട്രിഗറായ പനി ശരത്തിനെ എല്ലാവരും കൂടി പിടിച്ച് മാറ്റി വയ്ക്കുന്നതിനിടയിൽ ഇങ്ങനെ നിങ്ങൾ കാരണമാണ് ഒരു പെണ്ണ് ഇവിടുന്ന് പുറത്തു പോയത് എന്ന് പറയുന്നതിനിടയിൽ അക്ബറും വളരെയധികം ചാർജായിട്ട് വരികയാണ്. എൻ്റെ ഹൗസ് അതിനിടെ അനുമോളിൻ്റെ കൂടെ നിൽക്കുന്നു, അവരെ പിടിച്ചു മാറ്റുന്നു. അങ്ങനെ വളരെ സംഘർഷമുള്ള ആ ഒരു സമയം കഴിഞ്ഞ് അവർ തമ്മിൽ പക്ഷേ ജെല്ലാവുകയും ചെയ്യുന്നുണ്ട്. മാപ്പ് അപേക്ഷിച്ച് അനുമോൾ ശരത്തിൻ്റെ കാലിൽ വീണിട്ട് ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹോട്ട് സീറ്റും അത്യാവശ്യം സരികയും തമ്മിലുള്ള രണ്ട് സാരികമാരുടെ ഒരു ഹോട്ട് സീറ്റ് പരിപാടിയിലും ചെറുതായിട്ട് കൈവിട്ട് പോകുന്നുണ്ട്. അതായത് വളരെ ശക്തമായി ഇങ്ങനെയുള്ള വിവാദപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഹോട്ട് സീറ്റ്. പക്ഷേ കലവൻ സരിക അത്രത്തോളം പ്രതീക്ഷിച്ചില്ല. അതായത് കുടുംബത്തെയും തന്നെയും മോശം ഇമേജിലേക്ക് ഇത് മാറ്റുമെന്ന് അങ്ങനെ കരുതി അവർ വളരെയധികം വിഷമിച്ചു. അതും ബിന്നിയുടെ ഒരു മധ്യസ്ഥതയിൽ രണ്ട് സാരികയും സരികയും അവിടെ വെച്ചിട്ട് സോൾവ് ആവുന്നുണ്ട്. അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആ പ്രോഗ്രാം അത്തരത്തിലുള്ളൊരു പ്രത്യേക രീതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ അവിടെ ചോദിച്ചിട്ട് അത് ആ പ്രശ്നം സോൾവ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നോമിനേഷൻ നടക്കുന്നുണ്ട്. നോമിനേഷനിൽ ഇപ്രാവശ്യം അനീഷും രേണുവും നോമിനേഷനില്ല. അതുപോലെ അഭിലാഷ് ഈ ആഴ്ചയിൽ നോമിനേഷനില്ല. നമ്മുടെ ബട്ടർഫ്ലൈസ് രണ്ടുപേര്, അത് ആദില നൂറ നോമിനേഷനിലില്ല. അങ്ങനെ നോമിനേഷൻ ഫ്രീ ആയിട്ട് കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതികടുത്ത പോരാട്ടമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട്, നീ ഒരുപാട് വൃത്തികെട്ട ഗെയിമുകൾ ഇവിടെ കളിക്കുന്നുണ്ട്, നീ ഗ്രൂപ്പിസം കളിക്കുന്നുണ്ട്, എനിക്കും നിനക്കെതിരെ പറയാനുള്ള പല കാരണങ്ങളുണ്ട്, പക്ഷേ മറ്റു വശത്ത് അത് ബാധിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല എന്ന് പറയുന്നു. ശരത്ത് പക്ഷേ ഒരു ക്ലൂലെസ് ആയിട്ട് എന്താണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഗെയിം കളിച്ചാൽ ഇങ്ങോട്ടടിച്ച രണ്ടെണ്ണം അങ്ങോട്ട് തിരിച്ചടിക്കും, അങ്ങനെ തന്നെയാണ് ഗെയിം, അപ്പോൾ നീ കളിക്കുക, ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ശരത്ത് അവിടെ നിർത്തുകയാണ്. ഇനി നാളത്തെ പണിപ്പുര ടാസ്കിനെ കുറിച്ചുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്, പ്രോമോ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒറ്റ പ്രാവശ്യം മാത്രമേ എൻട്രി വരുള്ളൂ. അപ്പോൾ കൂടുതൽ സംഘർഷഭരിതമായ വലിയൊരു ഗെയിം സ്പിരിറ്റോട് കൂടിയുള്ള ഒരു എപ്പിസോഡായിരിക്കും നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കാം. താങ്ക് യു.